എല്ലാ ഇടയന്മാരൊന്നും നല്ലതല്ല. ആടിനെ കണ്ടിക്കുന്ന ഇടയനുണ്ട്, ആടിനെ വിൽക്കുന്ന ഇടയനുണ്ട്, പാല് മാത്രം പ്രതീക്ഷിച്ച് ആടിനെ നോക്കുന്ന ഇടയന്മാരുണ്ട്. ഏതെങ്കിലും വന്യമൃഗങ്ങളോ ദുഷ്ടജന്തുക്കളോ വരുമ്പോൾ ആടിനെ ഇട്ടേച്ച് ഓടുന്ന ഇടയനുണ്ട്. ഇടയന്മാരിൽ സിംഹഭാഗം ആൾക്കാർക്കും ആടല്ലല്ലോ വിഷയം, അവർക്ക് പാലാ വിഷയം. ആട് മിടുക്കരായി വരണമെന്നല്ല, അവർക്ക് എന്നും ഒക്കുന്നെങ്കിൽ ഒരു 5 പ്രാവശ്യം കറക്കണമെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ വലിയ വലിയ കൺവെൻഷൻ ചെന്ന് 2-3 പ്രാവശ്യമല്ലയോ? നമ്മള് കൊള്ളസങ്കേതത്തിൽ ചെന്നതുപോലെ അങ്ങനെയുള്ള ഇടയന്മാരും ഉണ്ട്. ഇവര് തിരിച്ചെങ്ങനെ പോകും, എങ്ങനെ പോകുന്ന, വണ്ടിയുണ്ടോ, വണ്ടിക്കൂലിയുണ്ടോ, ഭക്ഷണമുണ്ടോ, അതൊന്നും ഇവർക്ക് വിഷയമല്ല. അവർക്ക് കുറഞ്ഞത് ദിവസം ഒരു 5-6 പ്രാവശ്യം ആടിന്. ഇനിയും ആടുകളും പല ടൈപ്പാ. വെള്ളം കുടിക്കാത്ത ആടുകളുണ്ട്, വേറെ ഒരു തരം ആട് തീറ്റ തിന്നാത്ത ആടാ. ഗുഡ് ന്യൂസും മെസ്സഞ്ചറും മല്ലേലിയായും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം വായിക്കുകയും നോക്കുകയും ചെയ്യും, കണ്ണിനും ഒരു കുഴപ്പമില്ല. പക്ഷെ വേദപുസ്തകം മാത്രം വായിക്കുകയല്ല. വേറെ ഒരു തരം ആട് കറക്കാൻ സമ്മതിക്കാത്ത ആടാ. കൺവെൻഷനും കാത്തിരിപ്പ് ഉപവാസ പ്രാർത്ഥന എല്ലാം ഇഷ്ടമാ. ദശാംശവും സ്വോത്രകാഴ്ചയും പറയുമ്പോൾ കാലും കൈയുമെല്ലായിട്ട് അടിക്കും, നേരെ നിൽക്കുകയല്ല, കറക്കാൻ സമ്മതിക്കുകയല്ല. വേറെ ഒരു തരം ആട് തന്നെ കുടിക്കുന്ന ആടാ. പുള്ളി കറക്കുക, പുള്ളി തന്നെ കുടി. അപ്പൊ ഈ പല ടൈപ്പ് ആടുകളുണ്ട്.